ടെക്നോളജി നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനും നല്ല ആപ്പുകൾ ഉണ്ടാക്കുവാനും മികച്ച ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സഹായിക്കുന്ന ഒരു ജോലിയെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. IT പശ്ചാത്തലം ഇല്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഈ റോഡ് മാപ്പ് നിങ്ങളെ ഘട്ടം ഘട്ടമായി സഹായിക്കും. നമുക്ക് തുടങ്ങാം. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? ഒരു നല്ല ഡിഷ് ഉണ്ടാക്കുമ്പോൾ അത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതൊന്ന് രുചിച്ച് നോക്കാറില്ലേ? അതുപോലെ ആപ്പുകളോ വെബ്സൈറ്റുകളോ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഉപയോക്താക്കൾക്ക് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് അവ കണ്ടെത്തുക, സോഫ്റ്റ്വെയർ വിശ്വസനീയവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ആണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് സൂക്ഷ്മമായി നോക്കുന്ന ഒരാളായി സ്വയം കരുതുക. അങ്ങനെ സോഫ്റ്റ്വെയർ ആളുകളിലേക്ക് എത്തുമ്പോൾ എല്ലാം സുഗമമായി നടക്കും. ഈ ജോലി ഇത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പ്രൊഡക്റ്റ് ക്വാളിറ്റി. നിങ്ങൾ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നു. ബഗുകൾ നേരത്തെ കണ്ടെത്തി സോഫ്റ്റ്വെയർ തകരാതെയും വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നു. യൂസർ എക്സ്പീരിയൻസ്. സോഫ്റ്റ്വെയർ എളുപ്പത്തിൽ ഉപയോഗിക്കുവാനും എല്ലാവർക്കും നല്ല അനുഭവം നൽകുന്നുണ്ടെന്നും ടെസ്റ്റർമാർ ഉറപ്പാക്കുന്നു. ബിസിനസ് സക്സസ്. ബഗുകൾ ഒഴിവാക്കി കമ്പനിയുടെ പണവും പേരും സംരക്ഷിക്കുവാൻ നിങ്ങൾ സഹായിക്കുന്നു. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പ്രധാന ആപ്ലിക്കേഷനുകൾ സുരക്ഷിതവും വിശ്വസനീയവുമാണെന്ന് ഉറപ്പാക്കുന്നതിൽ ടെസ്റ്റർമാർക്ക് വലിയ പങ്കുണ്ട്. ചുരുക്കത്തിൽ സോഫ്റ്റ്വെയർ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നവരാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റർമാർ. ഈ റോഡ് മാപ്പ് നിങ്ങളുടെ കഴിവുകൾ പതുക്കെ പതുക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. സ്റ്റെപ്പ് 1, മാനുവൽ ടെസ്റ്റിംഗ്. ഇവിടെ നിന്നാണ് എല്ലാവരും തുടങ്ങുന്നത്. സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കൈകൊണ്ട് പരിശോധിച്ച് മനസ്സിലാക്കുന്നതാണ് ഈ മാനുവൽ ടെസ്റ്റിംഗ്. ബഗുകൾ കണ്ടെത്തുവാൻ നിങ്ങൾ സോഫ്റ്റ്വെയറുമായി നേരിട്ട് പ്രവർത്തിക്കുവാൻ പഠിക്കുന്നു. സൂക്ഷ്മമായി ശ്രദ്ധിക്കുക, ഉപയോക്താവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുക എന്നീ പ്രധാന കഴിവുകളാണ് വേണ്ടത്. സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിൻ്റെയും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഘട്ടങ്ങൾ SDLC, STLC പോലെയുള്ളവ, ബഗുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, ടെസ്റ്റ് കേസുകൾ എങ്ങനെ എഴുതാം എന്നിവ നിങ്ങൾ പഠിച്ചിരിക്കണം. ബഗുകൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ജിറ, ബഗ്സില്ല പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണം. സ്റ്റെപ്പ് 2, ഡേറ്റയും APIകളും മനസ്സിലാക്കുക. പുതിയ ആപ്ലിക്കേഷനുകളെല്ലാം ഡേറ്റയെക്കുറിച്ചും സോഫ്റ്റ്വെയറിന്റെ പല ഭാഗങ്ങൾ പരസ്പരം എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ളതുമാണ്. ബേസിക് SQL പഠിക്കുക. ഡേറ്റാബേസിൽ വിവരങ്ങൾ ശരിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ SQL ഉപയോഗിക്കാം. ആപ്പിന്റെ പല ഭാഗങ്ങൾ പരസ്പരം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പരിശോധിക്കുന്നതാണ് API ടെസ്റ്റിംഗ്. ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്ററെ പോലെ APIകൾ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള പോസ്റ്റ്മാൻ ടൂൾ അറിഞ്ഞിരിക്കണം. സ്റ്റെപ്പ് 3, ഓട്ടോമേഷനിലേക്ക് കടക്കുക. പ്രോഗ്രാമിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങളും സെലീനിയവും മാനുവൽ ടെസ്റ്റിംഗിൽ നിങ്ങൾ പ്രൊഫഷൻ്റ് ആയ ശേഷം ആവർത്തിച്ചുള്ള ജോലികൾ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെസ്റ്റിംഗ് വേഗത്തിലും കാര്യക്ഷമമാക്കാനും സമയമായിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഓട്ടോമേഷൻ? ആവർത്തിച്ചുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ജോലികൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ കൊണ്ട് ചെയ്യിച്ച് സമയം ലാഭിക്കാം. ജാവ, പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കണം. കോർ ജാവയുടെ അടിസ്ഥാന കാര്യങ്ങൾ, അതായത് വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, ലൂപ്സ്, ഫംഗ്ഷൻ പോലെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. സെലീനിയം വെബ് ഡ്രൈവർ. വെബ് ബ്രൗസറുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. സ്റ്റെപ്പ് 4, ഒരു നല്ല അടിസ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിംഗിന്റെ പ്രത്യേക മേഖലകളിൽ നിങ്ങൾക്ക് പഠിക്കാം. പെർഫോമൻസ് ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ എത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കുക. സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. ഹാക്കർമാർക്ക് നുഴഞ്ഞു കയറാൻ കഴിയുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുക. മൊബൈൽ ടെസ്റ്റിംഗ്, CACD ഇൻ്റഗ്രേഷൻ. ടെസ്റ്റുകൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ എങ്ങനെ ചേരുന്നു എന്ന് മനസ്സിലാക്കുക. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലെ കരിയർ സാധ്യതകൾ. നിങ്ങളുടെ ഭാവി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മേഖലയിൽ നല്ല ജോലിയും വളർച്ചയും നൽകുന്നു. ഇതിന് എപ്പോഴും ആവശ്യക്കാരുണ്ട്. തുടക്കക്കാർക്കായുള്ള ജോലികൾ ജൂനിയർ QA എഞ്ചിനീയർ അല്ലെങ്കിൽ ജൂനിയർ ടെസ്റ്റ് അനലിസ്റ്റ് എന്നിവയാണ്. QA എഞ്ചിനീയർ, സീനിയർ QA, SDET, QA മാനേജർ എന്നീ പൊസിഷൻസിലേക്ക് കരിയർ ഗ്രോത്തും ഉണ്ടാവുന്നു. എക്സ്പീരിയൻസും സ്കിൽസും അനുസരിച്ച് ശമ്പളവും കൂടുന്നു. തുടക്കക്കാർക്ക് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ സാലറി കിട്ടുന്നു. ഇത് ഏകദേശ കണക്കുകളാണ്. നല്ല ടെസ്റ്റർമാർക്ക് എപ്പോഴും ഉയർന്ന ഡിമാൻഡുകളുണ്ട്. AI ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യരായ ടെസ്റ്റർമാരുടെ ആവശ്യം ഇല്ലാതാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഉത്തരം ഇല്ല.
ടെസ്റ്റിങ്ങിനെ കൂടുതൽ എളുപ്പമാക്കുന്നു, പക്ഷേ മനുഷ്യരായ ടെസ്റ്റർമാർ ഇപ്പോഴും അത്യാവശ്യമാണ്. റിപ്പീറ്റഡ് ജോലികൾ വേഗത്തിൽ ചെയ്യും. ഇത് നിങ്ങളുടെ ജോലി എളുപ്പമാക്കും. മനുഷ്യന്റെ കഴിവ് മാറ്റിവെക്കാനാവില്ല. ഉപയോക്താക്കളുടെ വികാരങ്ങളും പ്രശ്നങ്ങളുടെ കാരണങ്ങളും എഐക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. മനുഷ്യരായ ടെസ്റ്റർമാർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ടെത്തുവാൻ കഴിയുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഘട്ടങ്ങളില്ലാത്ത സോഫ്റ്റ്വെയർ പരീക്ഷിക്കാൻ മനുഷ്യന്റെ ജിജ്ഞാസ വേണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉപയോക്താക്കളോടുള്ള സഹാനുഭൂതി കാണിക്കുവാൻ കഴിയുന്നു. എഐക്ക് ടെസ്റ്റുകൾ പ്രവർത്തിക്കുവാൻ സഹായിക്കാൻ കഴിയുമെങ്കിലും ടെസ്റ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. സോഫ്റ്റ്വെയർ എല്ലാവർക്കും ന്യായവും സുരക്ഷിതവുമാണെന്ന് ടെസ്റ്റർമാർ ഉറപ്പാക്കുന്നു. യുഗത്തിൽ ടെസ്റ്റർമാർ വെറും ടെസ്റ്റുകൾ നടത്തുന്നതിൽ നിന്നും മാറി ഗുണമേന്മയെക്കുറിച്ച് തന്ത്രപരമായ ഉപദേശം നൽകുന്നവരായി മാറുന്നു. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ ഒരു കരിയർ തുടങ്ങുന്നതിന് ഒരു മികച്ച തീരുമാനമാണ്. ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതും വെല്ലുവിളി നിറഞ്ഞതും ഒരുപാട് സന്തോഷം നൽകുന്നതുമായുള്ള ഒരു മേഖലയാണ്. സാങ്കേതിക വിദ്യയുടെ മുൻനിരയിൽ നിങ്ങളും എന്നും ഉണ്ടാകും. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മികച്ചതാണെന്ന് ഉറപ്പാക്കും. ഓർക്കുക, എല്ലാ വിദഗ്ധരും ഒരിക്കൽ തുടക്കക്കാരായിരുന്നു. അറിയാനുള്ള ആഗ്രഹം ഉള്ളവരായിരിക്കുക. ബി പേഷ്യന്റ്. പഠന പ്രക്രിയ ആസ്വദിക്കുക. സാങ്കേതിക ലോകത്തിന് നിങ്ങളെപ്പോലെയുള്ള മിടുക്കരായ, അർപ്പണബോധമുള്ള, ഗുണമേന്മയുള്ള പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാ ആശംസകളും.